Hello guys, welcome back to our channel. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മുടെ വീട്ടിലോട്ട് വന്നു. ഇന്നലെ വന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് ഇന്നലെ എടുക്കണം എന്ന് വിചാരിച്ചു ഒരു ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഒരു വ്ളോഗ്. പക്ഷേ ഇന്നലെ ഇങ്ങോട്ട് കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. വീട് മാറിയതിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ കൂളായി. ഇപ്പോൾ ഭയങ്കര കൂളാണ്. ഇപ്പോൾ കളിക്കുന്നുണ്ട്. പിന്നെ അപ്പം നമ്മളിന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സാധനങ്ങളൊന്നുമില്ല. വാവ കളിക്കുന്നുണ്ട്. കാണിച്ച് അമ്പടേ കുഞ്ഞിട്ടോ എന്താണെന്നറിയില്ല. അവൻ ക്യാമറ കണ്ടാൽ അധികം കളിക്കത്തില്ല. അല്ലാണ്ട് ഭയങ്കര ക്യാമറ വെക്കുമ്പോൾ അവൻ അറിഞ്ഞിട്ടാണോ എന്താണെന്നറിയത്തില്ല. നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസം നമ്മൾ 3 പേരുള്ള ആദ്യത്തെ ദിവസമാണ്. അപ്പം അതിന്നൊരു വ്ളോഗായിട്ടൊരു ഓർമ്മയായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, ഇന്നലെ അപ്പോൾ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഏട്ടൻ പുറത്തുനിന്നാണ് കഴിക്കുക. നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കുക. അതുകൊണ്ട് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വാങ്ങാൻ പോയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ഇന്നലെ വാങ്ങിച്ചായി. പക്ഷേ ഇവിടെ സാധനം വാങ്ങി വന്നതിന് ശേഷമാണ് അറിഞ്ഞത് അരിയില്ല. അപ്പം അരി വാങ്ങാൻ പോയിട്ടുണ്ട്. അരിയും കറിക്ക് എന്തെങ്കിലും വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടുള്ള. എന്നിട്ട് വേണം ഏട്ടൻ വന്നിട്ട് വേണം എനിക്കത് ഉണ്ടാക്കിയിട്ട് 10 മണിയാകുമ്പോൾ ഏട്ടനെ പറഞ്ഞുവിടാം. ഏട്ടനൊക്കെ പാവനെ നോക്കും. അപ്പം ഞാൻ കുക്ക് ചെയ്യും. അങ്ങനെയൊക്കെ. അപ്പം ഏട്ടൻ വന്നിട്ട് കാണാം. ചിക്കൻ, കറിവേപ്പില, മല്ലിച്ചപ്പ്, അരി. അയാളെന്തോ കാണുന്നുണ്ട് കൂടുതലും. ഭാവിയാ അരി കഴുകുകയാണല്ലേ. 1 ഗ്ലാസ് അരി മതി കേട്ടോ നമുക്ക് രണ്ടാക്കും. അധികം ചോറ് കഴിക്കാത്ത കൂട്ടരായതുകൊണ്ട് ഞാനും ചോറ് കുറച്ചു. നിങ്ങൾ ചോറ് കുറച്ചോ? നീ ചോറ് കുറച്ചാ? ഞാൻ മറ്റേ ഇത് എന്താ പറയുക, റാഗിയല്ലല്ലോ, ഇതിനെന്താ പറയുക? റാഗി, മുത്താറി. മുത്താറി വാങ്ങിക്കണം. എനിക്ക് മുത്താറി വാങ്ങി വെച്ചിട്ട് കുറുക്കാക്കി കഴിക്കണം വൈകുന്നേരമൊക്കെ. അതൊക്കെ പാല് കൂടാനൊക്കെ കാൽഷ്യത്തിന് നല്ലതല്ലേ. അപ്പോൾ അത് കഴിക്കണം. പിന്നെ അമ്മ മറ്റേ എള്ളൊക്കെ പൊടിച്ചിട്ട് അതൊരു കൂട്ടായിട്ട് തന്നിട്ടുണ്ട്. അതും നല്ലതാണ്. അതും കഴിക്കണം. പാലൊക്കെ കൂടാൻ വേണ്ടി അതൊക്കെ ബെറ്റർ ഓപ്ഷൻ. വൈകുന്നേരം അങ്ങനത്തെ ഒക്കെ കഴിക്കാമെന്നായിരിക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രമേ നമുക്ക് വേണ്ടൂ. എന്ത് ചെയ്യുന്നത്? പച്ചക്കറി മുറിക്കുകയാണ്. ചിക്കൻ ഉള്ളതാക്കുക. അടുക്കള ഒന്നും സെറ്റ് ആയിട്ടാ. അടുക്കളയിൽ മൊത്തം ബെഗിഡായിട്ടാണ്. അതെ, കുറച്ച് ഫണ്ട് ഇറക്കുവാണെങ്കിൽ ഞാൻ സെറ്റാക്കി തരാം. ഫണ്ട് ഇറക്കൂല എന്ന് പറഞ്ഞിട്ട്. നമ്മളെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ബാത്റൂം കേട്ടാ. താഴെ ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി. ഇതിൽ 9 മധുരമുണ്ട്. ഇല്ലേ? നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. പിന്നെ ബാവ ഭയങ്കര കരച്ചിലായതുകൊണ്ട് ഏട്ടൻ ബാവേനെ നോക്കുകയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം. അവട്ടെ അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് നോക്കി തരാം. കളിക്കും. രാവിലത്തെ കളിയെല്ലാം കഴിഞ്ഞു. നേരെ കാണുന്നത് കണ്ടാട്ടാ. ഒരവിടെ കിടന്ന് പരിപാടിയാക്കട്ടെ. അതിന് മുമ്പേ വേഗം ചിക്കൻ കറിയാക്കാം. അതിനിപ്പോഴത്തെ വെള്ളം തിളപ്പിക്കാൻ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുടിവെള്ളത്തിന് ചോറ് വാങ്ങി വെച്ചിട്ടുണ്ട്. ചോറ് പുറത്തോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് അടുപ്പത്തിങ്ങനെ അടുപ്പൊഴിയാണ്ട് ഇങ്ങനെ വയ്ക്കണം.
കാര്യങ്ങൾ സ്മൂത്തായിട്ടൊന്ന് വേഗം വേഗം പോവും. പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ ഇതിൽ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് വഴറ്റിട്ട് ഇതിലേക്ക് ചിക്കനും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കാറ് പതിവ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഇങ്ങനെ വഴറ്റി അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ സെപ്പറേറ്റ് വറുത്തെടുത്ത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ച് നമ്മൾ എൻ്റെ അമ്മ ഒക്കെ അങ്ങനെ വെക്കുക. അമ്മ ഇങ്ങനെ വഴറ്റത്തില്ല, അമ്മ ഇങ്ങനെ തക്കാളിയൊക്കെ ഇടും. പക്ഷെ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇത്ര വഴന്നത് മതിയും തോന്നും. ബാക്കി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ വഴറ്റാം. ഓക്കെ, പൊടികളെല്ലാം ഇട്ടു. ഇനിയിപ്പം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിങ്ങനെ ആക്കുന്ന കുറവാട്ടോ. ഇങ്ങനെ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ടേസ്റ്റ് ആവുകയാണെങ്കിൽ ഇതങ്ങ് ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെ ഭയങ്കര കാക്കയുടെ ഒക്കെ കരച്ചിലുണ്ട്. നോയ്സായിട്ട് വരുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇത് വഴറ്റിയിട്ടിട്ട് ചിക്കനും കൂടെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ നേരത്താക്കി വെച്ച മസാലയെല്ലാം കൂടെ കൂട്ടിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കാം. നല്ലോണം വേവട്ടെ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഗരം മസാലയും കൂടെ ഇട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫാക്കാം. ഓക്കെ, 2 കറിവേപ്പില ഇടാം കേട്ടോ. പിന്നെ മല്ലിച്ചപ്പും ഇത്ര മതി. കറിവേപ്പിലയും മല്ലിച്ചപ്പും. എനിക്ക് കറി വെക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടത് ഈ 2 സാധനങ്ങൾ. എന്നാലേ ഇതാണ് മെയിൻ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ചിക്കൻ ഒഴികെ കറിവേപ്പില കുറച്ച് അധികം ഇടും കേട്ടോ. ഞാൻ കറിവേപ്പിൻ്റെ കുത്തു വേണം. ഇതും വേണമെങ്കിൽ തണ്ട് ഒടിച്ചിടുന്നവരുണ്ട്. അവിടെ ഞാൻ തണ്ട് ഒടിച്ചിടുന്നത് കുറേ പേര് ഇങ്ങനെ തണ്ട് ഒടിച്ചൊക്കെ ഇടുന്നത് കാണാം. അപ്പം നമുക്ക് തണ്ട് ഒടിച്ചിട്ട് ചപ്പാത്തി വാങ്ങാത്തതുകൊണ്ട് എനിക്ക് ഓട്സ്, നിങ്ങൾക്ക് ചപ്പാത്തി. അത് സാരമില്ല. ഇതൊരു ശീലമാക്കണ്ട എന്നറിയിച്ചോളൂ. എന്നാലും ഇങ്ങനെ ഒരു മറവിയുണ്ടാ. അല്ല, ഞാനില്ലേ ഇതിങ്ങനെ അരിഞ്ഞിരിഞ്ഞൊക്കെ ഇടാം. ഞാനിങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചിടും. ടേസ്റ്റ് ഉണ്ടാവും അറിയില്ല. പക്ഷേ ഏട്ടാ, ഇത് ഞാനൊരു പരീക്ഷണത്തിന് ചെയ്യുന്നു. അയ്യോ, കറിവേപ്പിൻ്റെ തണ്ടിട്ടല്ലേ ചിക്കൻ മോശമാവൂല. അതൊരു പറഞ്ഞേ. അങ്ങനെയല്ല, ഞാൻ ആക്കിയ രീതി കൊണ്ട് അങ്ങനെയല്ല. ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കത്തില്ല. ടേസ്റ്റ് അമ്മ എനിക്കറിയത്തില്ല. അങ്ങനെ പറയുമ്പോൾ എനിക്കറിയത്തില്ല. ഇനി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടാൽ പെർഫെക്റ്റ്. ഓക്കെ, അയ്യോ, രണ്ടും ഒന്ന് ചുളക്കുന്നു. കുറച്ചിട്ടിട്ട് അത് കുരുമുളക് പൊടി ആയിപ്പോയി. സോറി, കുരുമുളക് പൊടി ഇടാ. ഇത് ഗരം മസാല. ഗരം മസാലക്കൂട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ മറ്റേ പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം ഇതൊക്കെ ആദ്യം തന്നെ മൂപ്പിച്ചിട്ടാണ് ഉള്ളിയെല്ലാം ഇടുക. ഉള്ളി വഴറ്റുക. ഇപ്രാവശ്യം ഞാൻ ആക്കത്തില്ല. ഞാൻ അമ്മമ്മയാക്കുന്ന രീതിയിലാക്കി നോക്കിയതാണ്. പക്ഷെ അമ്മമ്മയാക്കുന്ന രീതി ആവത്തില്ല. അത് വേറൊരു സത്യം. അമ്മമ്മയാക്കുന്ന രീതിക്ക് അത് അമ്മമ്മേനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഏതെങ്കിലും ഒരു വക്കിലും മൂലക്കൊക്കെ എത്തുമായിരിക്കും.
ഇതിനിപ്പം എനിക്കിങ്ങനെ വറ്റിക്കണം കേട്ടോ. വറ്റിച്ചുള്ള കറി എനിക്കിഷ്ടം. വെള്ളം പോലത്തെ കറി എനിക്കിഷ്ടമല്ല. ഇനി ഒരു 2 തളയും കൂടെ തിളച്ചിട്ട് നമുക്ക് ഓഫാക്കാം. അല്ല, ഞാനങ്ങനെ എക്സ്പ്രഷൻ ഇടാറില്ല. ഞാൻ അടുത്തേക്കാണ് നോക്കി. ഇനി ഓട്സിൻ്റെ കാര്യം. ഞാൻ ഓട്സ് ഓട്സ് എനിക്ക് നല്ലോണം മധുരം വേണം. അപ്പം നോക്കാം. പക്ഷെ ഷുഗറിൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കാം. യാ, അങ്ങനെ പറഞ്ഞൂടാ. അമ്മ ഷുഗർ പേഷ്യന്റ്. എന്ത് ഷുഗർ കുറക്കുന്നുണ്ടോ നിങ്ങള്? ചായ വെക്കാണ്ടിരിക്ക. മല്ലിച്ചപ്പിൻ്റെ ഒരു ഇല വീണിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഇരിക്കട്ടെ, ഫ്ലേവർ ഇല്ലേ? എനിക്ക് ഇതൊക്കെ ഇഷ്ടം. വെറൈറ്റി ഫുഡ് കഴിക്കണം. നമ്മളെങ്ങനെ വെറൈറ്റി ഉണ്ടാക്കാൻ നോക്കുക. ഞാൻ എൻ്റെ വെറൈറ്റി ഒക്കെ പക്ഷെ ഏട്ടാ, ഞാൻ നല്ല വെറൈറ്റി നിങ്ങളിൽ പരീക്ഷിക്കാറുണ്ട്. നിങ്ങളിൽ സക്സസ് ആവാറുമുണ്ട്. നിങ്ങൾ പോലും അറിയാം. അത് അങ്ങനെ അതുകൊണ്ടാണ് ടോയ്ലറ്റ് പോകുന്നത്. അത് നിങ്ങള് അങ്ങനെ ആദ്യം അങ്ങനെ തന്നെയല്ലേ? എനിക്ക് എൻ്റെ കുക്കിങ്ങനെ പറയട്ടെ. ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കലുണ്ടാ? ഓന്ന് പറഞ്ഞാല് നമ്മളെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടേ. ചിക്കൻ കറി റെഡി. ഏട്ടന് തന്നെ ലിവർ ഭയങ്കര ഇഷ്ടമുണ്ട്. ലിവർ എനിക്ക് ചായ വേണ്ട. ഇപ്പോൾ കുറേ നാളിന് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം ആദ്യം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി. ഞാനല്ലേ ഇപ്പം ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുന്നു? അതെ, ഇതുവരെ പുറത്തുനിന്ന് കഴിക്കണ്ടേ. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടാ. ലിവറല്ലേ? ലിവർ ഒരു മാറ്റൂല. പഴയ ടേസ്റ്റ്. അതെന്താ? ഞാൻ വേറെ രീതിക്കാ വെച്ചത്. പഴയ ടേസ്റ്റ് കിട്ടുന്നു. അതെയോ? കുറച്ച് എരിവ് കൂടി. കുറച്ച് കുരുമുളക് പൊടിൻ്റെ ആയിരിക്കും. ഓക്കെ, നമുക്ക് കഴിക്കാം. ഓക്കെ. എനിക്ക് ജലദോഷം പിടിച്ചാ. ജലദോഷം പിടിച്ചാല് അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ഒരു ചെറിയൊരു മോർണിംഗ് വ്ളോഗ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗ്. നമ്മളൊരു മോർണിംഗ്, നമ്മൾ 3 പേര് ഒന്നിച്ചുള്ള ആദ്യത്തെ മോർണിംഗ് വ്ളോഗ് അത്രേ ഉള്ളൂ. അപ്പോൾ
അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.